അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, പരിശുദ്ധ റമദാനിലെ വിലപ്പെട്ട ദിനരാത്രികൾ കഴിഞ്ഞു പോകുമ്പോൾ നമുക്കെയും നഷ്ടപ്പെടുത്താതെ ഓരോ രാവുകൾ, ഓരോ പകലുകൾ ഇബാത്തുകളെ കൊണ്ട് ധന്യമാക്കണം. വെറുതെ അനാവശ്യ വിഷയങ്ങളിൽ നമ്മുടെ സമയത്തെ വെറുതെ കളയാതെ ആവശ്യ വിഷയങ്ങളിൽ നമുക്ക് നമ്മുടെ സമയത്ത് ചെലവഴിക്കാം, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാം, ധാരാളം ദിക്റും സ്വലാത്തും ഖുർആനോത്തും നടത്തി ആഖിറം വെളിച്ചമാക്കാം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനികളെ, പരിചയപ്പെടുത്താൻ പോകുന്ന അതിപ്രധാനപ്പെട്ട ഒരു ദിക്റിനെ കുറിച്ചാണ്. റമദാനിലെ ഏറ്റവും വിലപ്പെട്ട ഒരു സമയം അത് അത്താഴ സമയമാണ്. ആ സമയത്തിലേക്കുള്ള മഹത്വം അത് വല്ലാത്ത അത്ഭുതമാണ്. ആ സമയത്ത് ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് വല്ലാത്ത മഹത്വമുള്ള, ഒരുപാട് പുണ്യമുള്ള ഒരു സമയമാണ്. ആ സമയത്ത് നാം റബ്ബിനോട് എന്ത് കാര്യം ഇറന്നാലും, അള്ളാഹുവിനോട് എന്ത് കാര്യം ചോദിച്ചാലും അള്ളാഹു തആല തന്നിരിക്കും. അത്രയും മഹത്വമുള്ള ഒരു സമയമാണ് അത്താഴ സമയം. ആ സമയത്ത് ഒരാൾ, ഈ പറയാൻ പോകുന്ന മഹാന്മാർ പറയുന്നു, മൻ കാന ഇൻദ സഹരി ഫീ റമദാൻ സബ്അ മർറാത്ത്. ഈ പറയാൻ പോകുന്ന ദിക്ർ ഒരാൾ അത്താഴ സമയത്ത്, റമദാനിലെ അത്താഴ സമയത്ത് 7 തവണ ചൊല്ലിയാൽ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്. ഈ കാണുന്ന ദിക്ർ, ചൊല്ലിയ ദിക്ർ 7 തവണ ചൊല്ലിയാൽ അദ്ദേഹത്തിന് 3 മഹത്വങ്ങളാണ് അല്ലാഹു തആല കൊടുക്കുന്നത്. ഒന്നാമതായി, അദ്ദേഹത്തിന് 1000 നന്മകൾ അവന്റെ അക്കൗണ്ടിൽ അല്ലാഹു രേഖപ്പെടുത്തുകയാണ്. രണ്ടാമത്, അവന്റെ 1000 തിന്മകൾ അല്ലാഹു തആല മായ്ച്ചു കളയുകയാണ്. അതേപോലെ തന്നെ 1000 ദറജ, ആത്മീയ പടികയറ്റം, ആത്മീയ സ്ഥാനക്കയറ്റം അല്ലാഹു തആല അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹത്തെ അല്ലാഹു തആല ഉയർത്തുകയാണ്. ഒരു മഹത്വം, ഒരു ദറജയുടെ 1000 ദറജ കൊടുത്ത് അദ്ദേഹത്തെ ഉയർത്തുമെന്ന് പറഞ്ഞു. അതിൽ ഒരു ദറജയുടെ മഹത്വം 7 ആകാശത്തിനേക്കാൾ, 7 ഭൂമിയേക്കാൾ വിശാലമായതാണ്, ആഴമായതാണ്, വണ്ണമായതാണെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിക്കുകയാണ്. അതുപോലത്തെ 1000 ദറജകളാണ് അദ്ദേഹത്തിന് അല്ലാഹു തആല കൊടുക്കുന്നത്. അപ്പോൾ അതിന്റെ മഹത്വം എന്തൊക്കെയാണ്, എന്തൊക്കെ വലുപ്പമുള്ളതായിരിക്കും അദ്ദേഹത്തിന് കൊടുക്കുന്ന ദറജ, സ്ഥാനക്കയറ്റം, അദ്ദേഹത്തിന് കൊടുക്കുന്ന പദവി. അല്ലാഹു നമുക്കത് മരിച്ചാലാണ് നമുക്ക് മനസ്സിലാവുക. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ധാരാളം നന്മകൾ ചെയ്ത് ആഖിറം വെളിച്ചമാക്കാൻ അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. അല്ലാഹു അവന്റെ റഹ്മത്തിന്റെ പത്തിൽ റഹ്മത്ത് ലഭിച്ചവരെ കൂട്ടത്തിൽ, റഹ്മത്ത് നേടിയവരെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.